28 വാക്യത്തിൽ അഗബോസ് എന്നു പേരുള്ള ഒരുവൻ എഴുന്നേറ്റ് ലോകത്തിലൊക്കെയും മഹാക്ഷാമം ഉണ്ടാകും എന്ന ആത്മാവിൽ പ്രവചിച്ചു. അപ്പോൾ അന്ത്യോക്യ സഭയിൽ ഈ കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ ക്ഷാമം ഉണ്ടാകുന്ന കാര്യത്തെക്കുറിച്ച് പ്രവചിച്ചു. അപ്പൊ ഇവരെ എല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ, സ്വീകരിക്കാനായിട്ട് അന്ത്യോക്യയിലെ സഭ തയ്യാറായിരുന്നു. അല്ലാതെ ഒരു സെക്ലൂഡഡ് ആയിട്ട് പോകാനായിട്ട് അവരെ ആഗ്രഹിച്ചില്ല. ഇവരെയൊക്കെ സ്വീകരിച്ചു. യെരുശലേമിലെ സഭയുമായിട്ട് നല്ലൊരു റിലേഷൻ അവർ സൂക്ഷിച്ചു. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ഒരു നല്ല ബന്ധം അവർ സൂക്ഷിക്കുന്നുണ്ട്, അവിടെ നിന്ന് ആളുകൾ വരികയും മറ്റും ചെയ്യുന്ന കാര്യം. അപ്പോൾ അന്ത്യോക്യയിലെ ഈ മാതൃകാ സഭയുടെ മറ്റൊരു വലിയ മാതൃക എന്നാന്ന് ചോദിച്ചാൽ 29 വാക്യത്തിൽ, അതായത് 28 വാക്യത്തിൽ അഗബോസ് പ്രവചിച്ചു വലിയ ക്ഷാമം ഉണ്ടാകും. അത് ക്ലൗദ്യോസിന്റെ കാലത്ത് സംഭവിച്ചു. അപ്പോൾ വലിയൊരു ക്ഷാമമുണ്ടായി. ഇത് ഒരു പരിധി വരെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്ത ഒരു സ്ഥലം എന്ന് പറയുന്നത് യെരുശലേമിലെ സഭയാണ്. ആ യെരുശലേമിലെ സഭ ക്ഷാമത്തിലായി എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ കാണുന്നതെന്നറിയാമോ? 29 വാക്യത്തിൽ, അപ്പോൾ യഹൂദിയയിൽ പാർക്കുന്ന സഹോദരന്മാരുടെ ഉദവിക്കായി ശിഷ്യന്മാരിൽ ഓരോരുത്തൻ പ്രാപ്തി പോലെ കൊടുത്തയപ്പാൻ നിശ്ചയിച്ചു. അന്ത്യോക്യ സഭയുടെ പ്രത്യേകതയാണ്. അതായത് ഞങ്ങളുടെ സഭയിലുള്ളതെല്ലാം ഞങ്ങളുടെ സഭയെ വേണമെന്നല്ല, അല്ലെങ്കിൽ ഇതിനെ കൂട്ടിവെക്കാനുള്ള വലിയൊരു മോഹമല്ല. പ്രത്യുത പ്രതിസന്ധിയിലിരിക്കുന്ന ആ യെരുശലേമിലെ സഭയ്ക്ക് ഉദവി കൊടുത്തു വിടുവാൻ അവർ പറഞ്ഞു, നമ്മുടെ സഹോദരങ്ങളാ, അവരാ നമ്മുടെ അടുത്ത് വന്ന് ആദ്യം സുവിശേഷം പറഞ്ഞത്, അവരാണ് ഇപ്പോൾ വിഷമത്തിലായിരിക്കുന്നത്. അതുകൊണ്ട് ഈ അന്ത്യോക്യയിലെ സഭ എന്ത് ചെയ്യുകയാണ്? യെരുശലേമിലേക്ക് അങ്ങോട്ട് കൊടുത്തു വിടുക. വേറൊരു രീതിയിൽ പറഞ്ഞാൽ, മിഷൻ ഫീൽഡിൽ നിന്ന് മിഷണറിമാരെ അയച്ച സഭയിലേക്ക് പൈസ കൊടുത്തു വിടുന്ന പോലെ. മിഷൻ ഫീൽഡിൽ നിന്ന് അന്ത്യോക്യ സഭ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യെരുശലേമിലെ സഭയുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ യെരുശലേമിലെ സഭയിൽ നിന്നാണല്ലോ ഇവിടെ അന്ത്യോക്യയിൽ വന്ന് സുവിശേഷമൊക്കെ പറഞ്ഞത്. എന്നിട്ട് അവിടെ സഭ ഫ്ലറിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നമ്മുടെ അടുത്തേക്ക് സുവിശേഷവുമായി വന്ന യെരുശലേമിലെ സഭയിൽ ഇപ്പോൾ പ്രതിസന്ധിയാണ്, അതുകൊണ്ട് നമ്മൾ അവരെ സഹായിക്കണം എന്ന് പറഞ്ഞ് അവരുടെ അടുത്തേക്ക് സഹായം എത്തിച്ചു കൊടുക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. കണ്ടോ, അന്ത്യോക്യ സഭയുടെ മാതൃക എന്ന് പറയുന്നത്. ഞങ്ങൾക്കുള്ളത് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ്, ഇപ്പം ഇവിടെ നമുക്ക് പല വലിയ സഭകളും അവർക്ക് ഒരു മിഷൻ സങ്കല്പമോ ആളുകളെ സഹായിക്കുന്ന കാര്യത്തെക്കുറിച്ചോ അങ്ങനെയുള്ള കാഴ്ചപ്പാടുകളൊന്നും ഉണ്ടാകാതെ ഈ പുറത്തുള്ള പല സഭകളും പൈസ എക്സ്ട്രാ ആയി കഴിഞ്ഞാൽ അവര് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന, കൊറിയയിലെ ഒരു വലിയ സഭയുടെ കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട്, ചിലർക്കറിയാം. എന്താണെന്നറിയാമോ? അവിടെ ഗവൺമെൻറ്റൊക്കെ ഇടപെടേണ്ടി വന്നു. എന്താണെന്നറിയാമോ? സഭയുടെ പൈസ ആ സഭയുടെ പാസ്റ്ററുടെ മോനൊക്കെ ഇൻവോൾവ് ചെയ്ത് ഒരു കമ്പനിയിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തു. എന്നിട്ട് ആ കമ്പനി പൊട്ടി. നോക്കുക, സുവിശേഷത്തിന് വേണ്ടിയല്ല ഇൻവെസ്റ്റ് ചെയ്തത്. ഈ കിടക്കുന്ന പൈസ ഇങ്ങനെ കിടക്കുകയല്ലയോ, ഇഷ്ടംപോലെ പൈസ കിടക്കുകയല്ലേ, അത് കൂട്ടാൻ, പിന്നെയും കൂട്ടാൻ, ഉപയോഗിക്കാതെ കിടക്കുന്ന പണം കൂട്ടിവെക്കാനാണ് അവർ പരിശ്രമിക്കുന്നത്. പക്ഷേ അന്ത്യോക്യ സഭ പറഞ്ഞു, ദൈവം നമുക്ക് ആവശ്യത്തിനുള്ളത് തന്നിട്ടുണ്ട്. അത് നമ്മളെ സുവിശേഷത്തിലേക്ക് നയിച്ച വ്യക്തികളുടെ ഉദവിക്കായി അവരുടെ ദാരിദ്ര്യത്തിൻ്റെ സമയത്ത് നമ്മൾ അവരെ സഹായിക്കണം എന്ന് പറഞ്ഞ് അവർക്ക് കൊടുത്തുവിടുന്നതായ, അവരെ സഹായിക്കുന്നതായ അതൊരു മാതൃകയായി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സഭയുടെ പണമൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിഷൻ എന്ന് പറയുന്നത് അതിനുവേണ്ടി നമ്മുടെ പണമൊക്കെ അത് ബോധപൂർവം, അതായത് ബുദ്ധിയില്ലാതെ ഉപയോഗിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അത് നമ്മുടെ കൺസേൺ ആയിരിക്കണം. പാവപ്പെട്ടവരുടെ, പ്രയാസം അനുഭവിക്കുന്നവരുടെ ദുഃഖം നമ്മുടെ ദുഃഖമായിരിക്കണം. നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ നേടുക എന്നുള്ള ഭാരം നമ്മുടെ സഭകളുടെ ഭാരമായിരിക്കണം. അങ്ങനെയുള്ള സഭകളാണ് മാതൃകാ സഭകൾ. അല്ലാതെ ഒരു സഭ അത് പണിത് വേറെ ആരെയും അടുപ്പിക്കാതെയും എങ്ങോട്ടും ഒന്നും പോകാതെയും ഇരിക്കുന്നതല്ല.
നമ്മൾ ദൈവം നമ്മളെ വിളിച്ചതുപോലെ വിളിച്ച ആളുകളുണ്ട്. അവരുടെ പ്രതിസന്ധികളിൽ അവരെ സഹായിക്കാൻ നമ്മൾ തയ്യാറാകണം. അതേപോലെ സുവിശേഷം അറിയാതെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ മധ്യത്തിലേക്ക് സുവിശേഷവുമായി പോകുവാൻ, അവരെ അയക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പിന്നെ നമ്മൾ കാണുന്നുണ്ട്. ഈ മാതൃകാ സഭയുടെ പ്രത്യേകതകൾ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഒരു സഭയായിരുന്നു ഈ നമ്മൾ പറഞ്ഞ അന്ത്യോക്യയിലെ സഭ എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി 13-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്നു പേരുള്ള ശിമോൻ, കുറേനക്കാരനായ ലൂക്യോസ്, ഇടപ്രഭുവായ ഹെരോദാവോടുകൂടെ വളർന്ന മനായേൽ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. ഞാൻ ഈ വേദഭാഗം ഒന്ന് വായിച്ചു നോക്കിയപ്പോഴത്തേക്ക് അവിടുത്തെ പ്രത്യേകത, ഈ അന്ത്യോക്യ സഭയിൽ ബർന്നബാസ് യെരുശലേമിൽ നിന്ന് വന്നതാണ്. യെരുശലേമിലെ സഭയിൽ നിന്ന് അവർ പറഞ്ഞു വിട്ടതാണ് ബർന്നബാസിനെ. അന്ത്യോക്യക്കാരനല്ല, പക്ഷെ അവന്റെ പേര് ആദ്യം പറഞ്ഞിരിക്കുന്നു. ബർന്നബാസ്, നീഗർ എന്നു പേരുള്ള ശിമോൻ. ഒരു പക്ഷേ എത്യോപ്യക്കാരനോ വല്ലോ ആയിരിക്കാം, അറിയില്ല നമുക്ക്. പക്ഷെ അവിടെ നിന്നുള്ള നീഗർ എന്നു പേരുള്ള ശിമോൻ, കുറേനക്കാരനായ ലൂക്യോസ്, ഒക്കെ ഓരോ സ്ഥലങ്ങളാണ്. ഇടപ്രഭുവായ ഹേരോദാവോട് കൂടെ വളർന്ന മനായേൽ. ഞാനതിനെക്കുറിച്ചുള്ളത് വായിച്ചത് ഹേരോദാവിൻ്റെ കൂട്ടുകാരനായിരുന്ന, കൂടെ നടന്ന, രാജാവിൻ്റെ കൂടെ നടന്ന, അല്ലെങ്കിൽ പ്രഭുവിൻ്റെ അല്ലെങ്കിൽ രാജ പ്രതിനിധിയുടെ കൂടെ നടന്ന മനായേൽ, ശൗൽ അഥവാ പൗലോസ് എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. സമൂഹത്തിന്റെ എല്ലാ തുറകളിലും വലിയവരും ചെറിയവരും എല്ലാം ഈ ഒരൊറ്റ ചെറിയ ലിസ്റ്റിനകത്തുണ്ട്. രാജപ്രഭുക്കന്മാരുടെ കൂടെ വളർന്ന ആളുകളുണ്ട്. എന്നാൽ അതേസമയം ഈ ആഫ്രിക്കൻ കൺട്രീസിൽ നിന്നൊക്കെ വന്ന ആളുകളുണ്ട്. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അവർ തമ്മിൽ മാതൃകാ സഭ ആകുന്നതിൻ്റെ ഇത് മാതൃകാ സഭ ആകുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ഇവിടെ വിവേചനങ്ങളൊന്നുമില്ല. ഈ ഇടപ്രഭുവായ ഹേരോദാവിൻ്റെ കൂടെ വളർന്ന മനായേൽ ഒരിക്കലും പറഞ്ഞില്ല, ഞാൻ ആരാണെന്നറിയാമോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല ഞാൻ എന്ന് പറഞ്ഞ അഹങ്കാരം പറഞ്ഞില്ല. അതേപോലെ നീഗർ എന്ന പേരുള്ള ശിമോനെ ഒരിക്കലും ഒരു അരക്ഷിത ബോധമൊന്നും തോന്നിയില്ല. അയ്യോ, ഞാൻ ഇവരുടെ കൂടെ, ഇവരൊക്കെ ആരാ എന്നൊന്നും ചിന്തിച്ചില്ല. ദൈവസഭയിൽ വിവേചനങ്ങളില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു മാതൃകാ സഭ വിവേചനങ്ങളില്ലാത്ത എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സഭയായിരിക്കണം ഒരു മാതൃകാ സഭ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. അവിടെ ജാതിയില്ല, അവിടെ മതം, മറ്റുള്ള ഏത് മതത്തിൽ നിന്ന് വന്നതാണെന്നുള്ള ചോദ്യമില്ല. സഭയ്ക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ദൈവമക്കളാണ്. അല്ലാതെ വേറൊരു രീതിയിലുള്ള യാതൊരു മാറ്റങ്ങളുമില്ല. ഏത് പശ്ചാത്തലത്തിൽ നിന്നാണ് വന്നതെന്നുള്ള ചോദ്യവുമില്ല. മാതൃകാ സഭയിൽ എല്ലാവരും ഒരുപോലെയുള്ളവരാണ് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 12-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ശരീരം ഒന്നും അതിന് അവയവം പലതും, ശരീരത്തിൽ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവും ആയിരിക്കുന്നത് പോലെ ആകുന്നു ക്രിസ്തുവും. ശരീരം ഒന്ന്, അതിന് അവയവം പലതുണ്ട്, പക്ഷെ ശരീരം ഒന്ന്. സഭ ഒന്നാണ്, അതിന് അവയവങ്ങൾ പലതുണ്ട്. ശരീരത്തിന്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവും ആയിരിക്കുന്നത് പോലെ ആകുന്നു ക്രിസ്തുവും. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. ദാസനായിരിക്കാം, സ്വതന്ത്രരായിരിക്കാം, പണക്കാരനായിരിക്കാം, കൃഷിക്കാരനായിരിക്കാം, ബിസിനസ്സുകാരനായിരിക്കാം, എന്തും ആയിക്കോട്ടെ. നമ്മളെ ഒന്നാക്കുന്ന ഘടകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരേ ആത്മാവിൽ സ്നാനമേറ്റിരിക്കുന്നു, എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാവരെയും വ്യത്യാസങ്ങൾ കൂടാതെ ഒരുമിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു ബോധ്യം നമുക്ക് സഭകളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ആരെയും കൂടിയാളായിട്ടും കണക്കാക്കണ്ട,
ആരെയും കുറഞ്ഞ ആളായിട്ടും കണക്കാക്കരുത്. വി നീഡ് ടു അക്സെപ്റ്റ് എവ്രി വൺ. ആകെ ഒറ്റ കാര്യമേ ഉള്ളൂ, ഞാൻ സ്നാനമേറ്റ ആത്മാവിനാൽ തന്നെ അവരും സ്നാനമേറ്റിരിക്കുന്നു. ഞാൻ പാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ തന്നെ അവരും പാനം ചെയ്തിരിക്കുന്നു. ഞങ്ങളൊന്ന്. ഒരു മാതൃകാ സഭയിൽ എപ്പോഴും ഞങ്ങളൊന്ന് എന്നുള്ള ഒരു ചിന്തയുണ്ടായിരിക്കും. ഒരു മാതൃകാ സഭയിൽ വേർതിരിവുകളില്ല. ഒരു മാതൃകാ സഭയിൽ ഗ്രൂപ്പിസം ഇല്ല. വന്ന് ഓരോ പാർട്ടിക്കാര്, ഇന്നാരുടെ പാർട്ടിക്കാര് ഓരോരുത്തരുടെ പേര് പറഞ്ഞാണ്. കൊരിന്ത്യ സഭയിൽ അങ്ങനെ കുറച്ച് നാളുണ്ടായിരുന്നു. ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ, പൗലോസിന്റെ പക്ഷക്കാരൻ, കേഫാവിന്റെ പക്ഷക്കാരൻ. പൗലോസ് ചോദിക്കുക, ആരാടാ നിന്നെ ഇതൊക്കെ പഠിപ്പിച്ചത്? പൗലോസ് നിനക്ക് വേണ്ടി ചത്തോ? നിനക്ക് വേണ്ടി മരിച്ചത് ആരാ? യേശുവാണ്, ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് ദൈവസഭയിൽ പക്ഷം പിടിക്കുന്നത്, പക്ഷക്കാരെ ഉണ്ടാക്കുന്നത് ബിബ്ലിക്കൽ അല്ല. അതൊരു മാതൃകാ സഭയല്ല. ഇന്നത്തെ പല എസ്റ്റാബ്ലിഷ് സഭകളിലും ഇന്ന പക്ഷം, ഇന്ന കക്ഷി എന്നൊക്കെയാ പറയുന്നത്, ഇല്ലേ? അതൊരു മാതൃകാ സഭയല്ല. മാതൃകാ സഭയിൽ പക്ഷം പിടിക്കത്തില്ല, കക്ഷി പിടിക്കത്തില്ല. എല്ലാവരും ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളാണെന്നാണ്. ശരീരമൊന്നും, അതിന് അവയവം പലതും, ശരീരത്തിൻ്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവും ആയിരിക്കുന്നത് പോലെ ആകുന്നു ക്രിസ്തുവും. അന്ത്യോക്യ സഭയുടെ പ്രത്യേകത എന്താണ്? അവിടെ പക്ഷം പിടിക്കുന്ന ആളുകളില്ലായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാവരും ഒന്നായിരുന്നു. ഒരു മാതൃകാ സഭ നമ്മൾക്ക് കാണിച്ചു കൊടുക്കണമെങ്കിൽ തീർച്ചയായും ആ സഭയിൽ പക്ഷം പിടിക്കുന്നവരുണ്ടാകരുത്. അതിനെ മാറ്റി നിർത്തണം. ഇന്നത്തെ സാഹചര്യങ്ങൾക്കൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാകട്ടെ. ഇന്നാരുടെ പക്ഷക്കാരെന്നൊക്കെ പറയുന്നത് നിർത്തിയിട്ട് ക്രിസ്തുവിൻ്റെ കൂടെ നിൽക്കുന്നവര്, ക്രിസ്തുവാകുന്ന സഭയുടെ ശരീരത്തിൻ്റെ അവയവങ്ങളായി. ഞാൻ അവയവമാണ്. എൻ്റെ ശരീരത്തിൽ കൈയുണ്ട്, കാലുണ്ട്. അത് താഴോട്ട് വായിക്കുമ്പോൾ നമ്മളത് കാണുന്നുണ്ട്. യവനന്മാരോ ദാസന്മാരോ, യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. ശരീരം ഒരു അവയവമല്ല, പലതത്രേ. ഞാൻ കൈയല്ലായികയാൽ ശരീരത്തിലുള്ളതല്ല എന്ന് കാൽ പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല. എല്ലാവരും ഒരുപോലെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. അവൻ ദരിദ്രനാ, അവനെ കൊണ്ടുവന്ന അവനൊന്നും ഇതില്ല, എനിക്ക് അങ്ങനല്ല, എനിക്ക് ചില അതുണ്ട് ഇതുണ്ടെന്നൊക്കെ, എനിക്ക് പിടിപാടുണ്ട് എന്നൊക്കെ പറയുന്നത് ഒക്കെ ബിബ്ലിക്കലല്ല. അതൊരു മാതൃകാ സഭയുടെ കാര്യമല്ല. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ കാലയളവിൽ നമ്മുടെ സഭകൾ, പ്രത്യേകിച്ച് എസ്റ്റാബ്ലിഷ് ചർച്ചസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷം പിടിക്കുന്ന സഭകൾ അതൊരിക്കലും മാതൃകാ സഭയല്ല. നമുക്ക് മുമ്പിൽ ഒരു മാതൃകാ സഭയായി അന്ത്യോക്യ സഭ വന്നു നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ എന്താ നമ്മൾ കാണുന്നത്? ആ സഭയിൽ, അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്നു പേരുള്ള ശിമോൻ, കുറേനക്കാരനായ ലൂക്യോസ്, ഇടപ്രഭുവായ ഹെരോദാവോട് കൊള്ളുന്ന മനായൻ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. പല ശുശ്രൂഷകളുണ്ടായിരുന്നു. പ്രോഫറ്റ്സ് ആൻഡ് ടീച്ചേഴ്സ്. ഒരു സഭയിൽ എല്ലാവർക്കും ഒരു ശുശ്രൂഷയല്ല ഉള്ളത്, പല ശുശ്രൂഷകളുള്ളവരുണ്ട്. അതെല്ലാം കൂടെ ഒരുമിച്ച് ചേരുമ്പോഴാണ് സഭ സഭയാകുന്നത്. There are prophets and there are teachers. വ്യത്യസ്ത ശുശ്രൂഷകൾ ചെയ്യുന്നവർ. അവിടെ പ്രോഫറ്റ്സ് എന്ന് പറയുന്നത് ഭാവി പ്രവചിക്കുന്നവർ എന്നുള്ള അർത്ഥത്തിലല്ല. നമുക്ക് പ്രവചനം എന്ന് പറഞ്ഞാൽ ആകെപ്പാടെ അറിയാവുന്നത് ഭാവി പ്രവചിക്കുന്ന കാര്യങ്ങളും, പിന്നെ ഫോറൻസിക് പ്രോഫസി. നിന്റെ വീടിൻ്റെ മുന്നോട്ട് കയറി ചെല്ലുമ്പോൾ വലതുവശത്ത് ഒരു വാതിലുണ്ട്, ആ അലമാരിക്കകത്ത് എന്തോ ഇരിപ്പുണ്ട് എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ വിട്ടുകളാ നിങ്ങൾ. അതിനകത്ത് എന്തെങ്കിലും ഇരുന്നോട്ടെ. എന്തിനാ ഇതിൻ്റെയൊക്കെ പുറകെ പോകുന്നത്? എനിക്കറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുക. വേദപുസ്തകത്തിൽ അങ്ങനെ വല്ലതും കാണുന്നുണ്ടോ? വേദപുസ്തകത്തിൽ ഇല്ലാത്ത കാര്യങ്ങളുടെ പുറകെ പോകരുത്. എന്താണ് പ്രവചനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭാവി പറയുന്നത്, ചിലപ്പോൾ ഭാവി എന്തെങ്കിലും പറഞ്ഞെന്നിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഇല്ലെന്നല്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്. എന്താണ് ശരിയായിട്ടുള്ള പ്രവചനം എന്ന് ചോദിച്ചാൽ, പ്രവചനവും ടീച്ചിങ്സും രണ്ടും ഇവിടെ പറയുന്നുണ്ട്. പ്രോഫറ്റ്സ് ആൻഡ് ടീച്ചേഴ്സ്.
ടീച്ചേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ടീച്ചേഴ്സിൻ്റെ പ്രത്യേകത വേദപുസ്തകത്തിൽ നിന്ന് കൃത്യമായിട്ട് ഉപദേശങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ടീച്ചറിൻ്റെ ചുമതല. അവരാണ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. സ്നാനത്തെക്കുറിച്ചുള്ള ഉപദേശം പഠിപ്പിക്കുക, തിരുവത്താഴത്തെക്കുറിച്ചുള്ള ഉപദേശം പഠിപ്പിക്കുക. ഈ ഉപദേശം പഠിപ്പിക്കുമ്പോൾ വേദപുസ്തകത്തിന് അനുസൃതമായിരിക്കണം. അതിന് യാതൊരു രീതിയിലും കോട്ടം വരുന്ന ഒന്നും, വേദപുസ്തകത്തിൽ ഇല്ലാത്ത ഒന്നും അതിനിടയ്ക്ക് കയറ്റി ടീച്ചേഴ്സിന് ഒരിക്കലും പറയാൻ കഴിയില്ല. കർത്താവേ നീ മാത്രമെന്നാളുമേ, എനിക്കൊത്താശ വരും പർവ്വതം. കർത്താവേ നീ മാത്രമെന്നാളുമേ, ആകാശഭൂമികൾക്കെല്ലാം അതിഹേതുവായവൻ നീയേ, ആകാശഭൂമികൾക്കെല്ലാം അതിഹേതുവായവൻ നീ.